വന്യമൃഗങ്ങളുടെ ശല്യം സഹിക്കാൻ കഴിയാത്ത ഇവിടുത്തെ ജനങ്ങൾ അതൊന്നും പരിഹരിക്കാത്ത ഈ ഗവൺമെന്റിന്റെ ശല്യവും തീർക്കാൻ കാത്തിരിക്കുകയാണ്. അത് നിലമ്പൂരിൽ നിന്ന് ഭരണ തുടർച്ചയുടെ അല്ല, ഭരണമാറ്റത്തിന്റെ തുടക്കമായിരിക്കും നിലമ്പൂരിൽ നിന്നുണ്ടാവുന്നത്. ഞങ്ങൾ നഷ്ടപ്പെട്ടതിനെ തിരിച്ചുപിടിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറും. 6 ദിവസത്തെ ഇത് കഴിയുമ്പോൾ അൻവറിന്റെ നിലപാട് വ്യക്തമാക്കി സ്ഥാനാർത്ഥിയാണ്, എതിർ സ്ഥാനാർത്ഥിയാണ്. ഇനിയെങ്കിലും പറയാനുള്ളത് പറഞ്ഞു. പറയാനുള്ളത് പറയും, ചെയ്യാനുള്ളത് ചെയ്യും, ജനങ്ങളോട് പറയാനുള്ളത് പറയും. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങൾ. അതിന് ഏറ്റവും വലിയ റെസ്പോൺസാണ് ജനങ്ങൾ. ഇപ്പൊ നിങ്ങൾ തന്നെ മീഡിയാസ് തന്നെ ജനങ്ങളുടെ പബ്ലിക് റെസ്പോൺസ് എടുക്കുന്ന വീഡിയോസ് ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ ഒരു വലിയ ശതമാനം വരെ ആളുകൾ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട് പറയുന്നതിന്റെ പ്രതികരണങ്ങളും നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ബൈറ്റ് എടുക്കുമ്പോൾ ആർക്കാണ് പിന്തുണ എന്നൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ കുറച്ച് ബാലൻസ് ചെയ്തിട്ടൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ബഹുഭൂരിഭാഗം ആളുകളും UDF അനുകൂലമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയം പറയാനുള്ള ദിവസങ്ങളാണ്. ആ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള ദിവസങ്ങളാണ്. അതായി തന്നെ ഞങ്ങൾ കാണും. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, തെല്ലു അഹങ്കാരമില്ലാതെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. അത് ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസമാണ്. അവർക്കിടയിൽ കാര്യങ്ങൾ പറയും. അവര് രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ടാണ് അവരുടെ വോട്ടിംഗ് ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. അവരതനുസരിച്ച് തന്നെയായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഗവൺമെന്റിന് തുടർച്ചയുണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് അനുകൂലമായ ഘടകമായിട്ടാണ് മാറാൻ പോകുന്നത്. ഗവൺമെന്റ് മാറണം എന്നുള്ളത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ചിന്തയാണ്. അപ്പൊ അതിന് തുടർച്ചയുണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് നിലമ്പൂരിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകമാവാനാണ് പോകുന്നത്.